തെറ്റ് ചെയ്യാത്തവരെ ആരുണ്ടച്ചാ? നമ്മളെല്ലാവരും തെറ്റ് ചെയ്യും. എന്തിനാ അഖിലിനെ മാത്രം കുറ്റം പറയുന്നത്? ഞങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ എപ്പോഴേ മറന്നു വെച്ചാ. അഖിലെന്ന് പറഞ്ഞാലേ ഏട്ടന് ജീവനാ. എനിക്ക് എന്റെ ഉണ്ണിയും അഖിലും ഒരുപോലെ തന്നെയാ. അത് നിങ്ങളുടെ നല്ല മനസ്സാണ് വസു. നിങ്ങളെപ്പോലെയുള്ള ഏട്ടനെ ഏട്ടത്തെയും കിട്ടിയത് അഖിലിന്റെ ഭാഗ്യമാണ്. നല്ല മനസ്സെന്ന് പറഞ്ഞാൽ ഇതാണ് അഖിൽ. കൊടുക്കുമ്പോഴുള്ള സംതൃപ്തിയും സന്തോഷവും എടുക്കുമ്പോൾ ഉണ്ടാവില്ലടാ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. അവര് ഭിക്ഷയായി തരുന്ന തുണി ആരുടുക്കാനാ? നമ്മളെന്താ ബെഗേഴ്സ് ആണോ? ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെയാ തരുന്നേ. എന്താ മോളെ, നിനക്കൊരു മാറ്റമില്ലേ? അവര് ഭിക്ഷ തന്നതല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നതാ. ഇത് രാവിലെ തരേണ്ടതായിരുന്നു. ഇപ്പൊ തന്നിട്ട് എന്തിനാ? വൈകുന്നേരം നിങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിക്കണമെന്ന് അബിയും വസുവും പറഞ്ഞത് കേട്ടില്ലേ? ഒന്നിനും കൊള്ളാത്ത ഈ തുണിക്ക് വൈകുന്നേരം സർപ്രൈസ് ഒന്നോ? ഇതൊക്കെ ആര് ചോദിച്ചു? നിർത്ത് കാർത്തിക, നിർത്ത. എനിക്ക് കുറ്റബോധം തോന്നാ. എന്തിനാ കുറ്റബോധം തോന്നുന്നേ? അവരെ കുറിച്ച് നമ്മൾ മോശമായിട്ട് ചിന്തിക്കുന്നേ. പക്ഷെ അവർ നമ്മളെ പറ്റി നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞാൻ ചെയ്ത ഓരോ നല്ല കാര്യവും അവർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഈ കൊള്ളരുതായ്കളൊക്കെ അവര് മറന്നുപോയി. അതേടാ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ദ്രോഹം ചെയ്യാൻ നോക്കരുത്. വേണ്ട മോനെ, പാപം കിട്ടുവടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങളും ഒരു ഉണക്ക സെന്റിമെന്റ്സും. വെറും ഒരു 2000 രൂപയുടെ ഡ്രസ്സ് കണ്ട നിങ്ങളുടെയൊക്കെ മനസ്സങ്ങ് മാറുവോ? ഇവര് കാരണം നമുക്ക് കോടിക്കണക്കിനാ നഷ്ടം. അത് മറന്നുപോയോ? ഏട്ടൻ നമുക്ക് സ്വത്ത് എഴുതി തന്നല്ലാതെ നമുക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാക്കിയത്? ഏട്ടൻ നല്ലൊരു മനുഷ്യനാ. ഉടനെ തന്നെ ഭക്ഷണത്തിൽ പൗഡർ ചേർത്ത കാര്യം നമുക്ക് എല്ലാരോടും പറയാം. അവയ്ക്ക് ചീത്തപ്പേര് വരാതെ നോക്കാം. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഈ സമയത്ത് നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾ രണ്ടുപേരും സത്യം പുറത്തു പറയരുത്. ഞാനാണ് സത്യം. കാർത്തിക, അതെ, MLA അങ്കിൾ പറഞ്ഞ പ്ലാൻ അതുപോലെ തന്നെ നടന്നിരിക്കണം. അയാൾ ജയിലിലേക്ക് പോകണം. നമ്മുടെ സ്വത്ത് നമുക്ക് തിരിച്ചു കിട്ടണം. നീ മനുഷ്യ സ്ത്രീ അല്ലടി, പണപ്പിശാച. എന്ത് ചെയ്യാൻ പോവാ നീ ഇത്ര സ്വത്ത് വെച്ചോണ്ട്? മേലോട്ട് പോകുമ്പോ നീ ഇതും കൊണ്ട് പോവോ? അനാവശ്യമായിട്ട് സംസാരിക്കണ്ട. പ്ലാൻ പൊളിയാൻ പാടില്ല. MLA അങ്കിൾ പറഞ്ഞതുപോലെ നടക്കണം. ഇല്ലെങ്കിൽ എന്നെ കൊണ്ടാ ഞാൻ സത്യം ചെയ്തേ.
ഇവിടെ അബ്രാം ആരാ? അഭിരാമന്റെ അനിയനാണ്. എന്താ സർ കാര്യം? നിങ്ങൾ ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. അത് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്. ഞങ്ങൾ എന്തിനാ സാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? സോറി അഭിരാം, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾക്ക് ചെയ്യണ്ടേ. ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല സർ. ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചവരാരും ഇതുവരെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭക്ഷണം ഞാനും കഴിച്ചിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. പിന്നെ എന്തിനാ വന്നത് സർ? ഞങ്ങളുടെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും കംപ്ലൈന്റ് തന്നത്. അത് വിശ്വസിച്ച് വന്നതാണോ? ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് ചെക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല മാഡം. ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ് സർ. അന്നദാനം നടത്തണമെന്ന് വിചാരിക്കുക. ഈ സമയത്ത് നിങ്ങൾ വന്ന്... ക്ഷമിക്കണം മാഡം, സംസ്കൃതി തട്ടുകടയെ പറ്റി എനിക്കും അറിയാം. ഒരു ഫോർമാലിറ്റിക്ക് വന്നതാ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ അഭിമാനം പോകും സർ. അതെ സർ, ഞങ്ങളുടെ ഭക്ഷണത്തിന് ഇപ്പോഴുള്ള റെപ്യൂട്ടേഷൻ പോവില്ലേ? അച്ഛാ, അമ്മേ, അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ. പ്ലീസ് സാർ, എല്ലാവരും ചെക്ക് ചെയ്തോളൂ. ഇത്ര പെട്ടെന്ന് പോലീസ് വന്നോ? അബിയേട്ടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ആ MLA എന്താ പോയുടനെ പോലീസിനെ അയച്ചത്? നല്ല കാര്യങ്ങളിൽ ലേറ്റ് ആകൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. എന്റെ പൊന്നുമോളെ, നമ്മൾ ചെയ്യുന്നത് വലിയ തെറ്റാ. ഇത് മഹാപാപാ. ഇപ്പോഴെങ്കിലും സത്യം പറ മോളെ. സത്യം പറഞ്ഞാൽ നമ്മൾ അകത്താകും. സത്യം പറയില്ലെന്ന് എന്നെ കൊണ്ടാ സത്യം ചെയ്ത. അത് മറന്നു പോകരുത്. ഇതാണോ നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഭക്ഷണം? അതെ സാർ, എല്ലാം ചെക്ക് ചെയ്തോളൂ. ഈസ് എവറിത്തിങ് ഓക്കെ ഓഫീസർ? സംതിങ് റോങ്. ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതിലെന്തോ ചേർത്തിട്ടുണ്ട്. അപ്പോ ഇവർ ആഹാരത്തിൽ ഡ്രഗ്സ് കലർത്തിയത് സത്യമാണല്ലേ? ഡ്രഗ്സ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്തോ ഉണ്ട്. അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമോ? ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റൂ. ഇതില് ഞങ്ങളൊന്നും കലർത്തിയിട്ടില്ല സർ. നിങ്ങൾ കലർത്തിയിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും കലർത്തിയിട്ടുണ്ടാവാം. ഞങ്ങള് കുടുംബക്കാര് തന്നെയാ പാചകം ചെയ്തത്. പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല സർ. സർ, നിങ്ങൾ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ലാബിലേക്ക് ചെല്ലൂ. ഞങ്ങൾ അബ്രാമിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വെക്കോളാം. റിസൾട്ട് എന്താന്ന് പറഞ്ഞാല് ഉടൻ തന്നെ FIR ഫയൽ ചെയ്യും. ഓക്കെ. മിസ്റ്റർ അബ്രാം, നിങ്ങൾ മാത്രം എന്നോടൊപ്പം വരൂ. ആരും ഈ ഫുഡ് കഴിക്കരുത്, ആർക്കും കൊടുക്കുകയും ചെയ്യരുത്. എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല സാർ. അവൻ അങ്ങനത്തെ ഒരാളല്ല.
അതെ സാർ, നേർവഴിക്ക് ജീവിക്കാൻ അറിയുമെന്നല്ലാതെ ചതികളെ കുറിച്ചൊന്നും എന്റെ മകൻ അറിയില്ല. വേണമെങ്കിൽ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കോ സാർ. ഏട്ടൻ പാവം ഒന്നും അറിയില്ല. വസുന്ധര, അമ്മ, അച്ഛാ, എനിക്കൊന്നും സംഭവിക്കില്ല. സ്റ്റേഷനിലേക്കല്ലേ കൊണ്ടുപോകുന്നേ? എന്താടോ പിയെ, അഭിറാമിനെ ഇതുവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ. അർജന്റായിട്ട് എനിക്ക് അവന്റെ മുഖം ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ശത്രു കഷ്ടപ്പെടുമ്പോ അതുകൊണ്ട് സന്തോഷിക്കുന്നത് സാറിന് വലിയ ഇഷ്ടമുള്ള കാര്യമല്ലേ? എന്നെ താൻ ഒറ്റയടിക്ക് സാഡിസ്റ്റായിട്ട് കാണരുത് കേട്ടോ. എന്റെ ചെകിട്ടത്തടിച്ച അഭിറാമിനെയും അവന്റെ കുടുംബത്തെയും ഉന്മൂലനം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അവന്റെ കൈകൊണ്ട് അവനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അവനെ നടുറോഡിലേക്ക് ഇറക്കുന്നതാണ് എന്റെ ലക്ഷ്യം. അയ്യോ, എന്താ സാറേ ഇത്? ഞങ്ങളുടെ അഭിറാമിനെ എന്തിനാ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്? ഇദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? പാവം, ഇന്ന് ഇദ്ദേഹത്തിന്റെ വിവാഹ വാർഷികമല്ലേ? എന്താ അഭിറാം, നീ സത്യസന്ധനാണെന്ന് എനിക്കറിയാം, ഒരു തെറ്റും ചെയ്യില്ലെന്നും അറിയാം. പിന്നെ എന്തിനാ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? ഇയാള് ഫുഡിൽ ഡ്രഗ് കലർത്തി സാർ, അതാ അറസ്റ്റ് ചെയ്തത്. ഫുഡിൽ ഡ്രഗ്സോ? അതെ സാർ, ഡ്രഗ് കലർത്തുന്നോണ്ടാ ഇയാൾക്ക് നല്ല ബിസിനസ് ഉള്ളത്. ചേച്ചേ, എന്റെ അഭിറാം അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല സാർ. ഇദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനാ, മാത്രമല്ല നേരുള്ളവനാ. ഹെൽത്ത് ഇൻസ്പെക്ടർ ഫുഡിൽ എന്തോ കലർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു സാർ. ഫുഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായി ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയോ? എന്താ അഭിറാമേ, താങ്കൾ വലിയ രാമനാണെന്നും ദൈവമാണെന്നൊക്കെ പറഞ്ഞല്ലോ, എന്നിട്ടും തെറ്റ് സംഭവിച്ചെന്നോ? നിങ്ങളുടെ അടുത്തും അന്യായമോ അധർമ്മോ അനീതിയൊക്കെ ഉണ്ടോ? കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡ്രഗ്സ് കലർത്തിയെന്നോ? അതുകൊണ്ടാണോ താങ്കളുടെ ഭക്ഷണം ആൾക്കാർ രുചിയോടെ കഴിക്കുന്നത്? ചേ, എന്തൊരു തെറ്റാ ചെയ്തത്, വളരെ മോശമായി പോയി. എനിക്ക് നിങ്ങളോടുണ്ടായിരുന്ന വിശ്വാസം മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞല്ലോ. ഇപ്പോ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അഭിറാമിന് എന്ത് ശിക്ഷയാ സാർ കിട്ടാൻ പോകുന്നത്? മിനിമം 7-8 വർഷം തടവ്. എന്ത്? എന്റെ അഭിറാം 7 വർഷം ജയിലിൽ കിടക്കണമെന്നോ? അങ്ങനെയാണെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും പിയെ? എന്താകുമെന്നോ, ഓരോരുത്തരും ഓരോരോ ജോലി ചെയ്ത് തെണ്ടി തിരിഞ്ഞു നടക്കും. അയ്യയ്യോ, ശരിയാണല്ലേ. പാവം, എന്റെ അഭിറാമിന്റെ അച്ഛനും അമ്മയും ഒക്കെ വയസ്സായവരാ. ചേട്ടനൊരു പഞ്ചഭാവം. ചേട്ടത്തിക്ക് പാചകം മാത്രമേ അറിയാവൂ. അനിയന് അനുഭവ സമ്പത്തും ഇല്ല, അനിയത്തി ഒന്നും ചിന്തിക്കുകയില്ല. പിന്നെ ഒരു ഇളയമയുണ്ടല്ലോ വീട്ടില്, ഉള്ളതും ഇല്ലാത്തതും കണക്കാ. പിന്നെ ബാക്കിയുള്ളത് ആരാ? അഭിരാം സാറിന്റെ ഭാര്യ വസുന്ധരയുണ്ടല്ലോ സാറേ. ആ, അത് ശരിയാ. പാവം പെങ്കൊച്ച്, അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത്രയും വലിയൊരു കുടുംബത്തെ ഒറ്റയ്ക്ക് നടത്താൻ കഴിയുമോ? പോരാത്തതിന് 2 പേരുടെയും കുട്ടികളെയും നോക്കണം.
ജയിലിൽ കിടക്കുന്ന അഭിരാമിനെ ആശ്വസിപ്പിക്കുകയും വേണം, വീട്ടിലുള്ളവർക്ക് ആഹാരം കൊടുക്കുകയും വേണം. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എന്തിനാ ഇങ്ങനൊരു അവസ്ഥ? ഒരു ചെറിയ കയ്യൊപ്പിന് വേണ്ടിയല്ലേ സാറേ? കയ്യൊപ്പിട്ടാൽ അഭിരാമിന്റെ കഷ്ടപ്പാടൊക്കെ മാറുമോ? സാറത് തീർത്തു കൊടുക്കില്ലേ സാറേ? അപ്പോ ഈ കേസ്, ജയിലിലെ ശിക്ഷ ഇതൊന്നും ഉണ്ടാവില്ലേ? സാറ് മനസ്സ് വെച്ചാ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? കേസും ഉണ്ടാവില്ല, ശിക്ഷയും ഉണ്ടാവില്ല. പോരാത്തതിന് അവരുടെ സ്വത്ത് വലും തിരിച്ചു കിട്ടും. പിന്നെ എൻജോയ് ചെയ്യാലോ. ആ ഒരു ചെറിയ കയ്യൊപ്പ് ഇട്ടുകൂടെ അഭിരാം? ഞാൻ ഒന്നും അറിഞ്ഞിടാത്ത പൊട്ടനൊന്നുമല്ല. നീ ഒപ്പിടാത്തത് കൊണ്ടാ നിനക്കിപ്പോ ഈ അവസ്ഥയുണ്ടായത്. അറിയാം. ഒരു ഒപ്പിട്ട് തന്നാൽ നിന്നെ വെറുതെ വിട്ടേക്കാം. നീ ചത്താലും ഞാൻ ഒപ്പിടില്ല. ഞാൻ എന്തിനു മരിക്കണം? നിന്റെ ഫാമിലി പട്ടിണി കിടന്ന് മരിക്കാൻ പോവാ. എന്റെ കുടുംബത്തിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താടാ നിനക്കിത്ര ധൈര്യം? ഞാനാണ് എന്റെ ധൈര്യം. നിനക്ക് ഇത്ര അഹങ്കാരോ? എന്റെ സത്യസന്ധത. നിന്നെ മണ്ണോട് മണ്ണാക്കും ഞാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോക്ക്, കയ്യൊപ്പിട്ടില്ലെങ്കിൽ നിന്റെ നാശമായിരിക്കും ഇവിടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താടോ ഇവനിങ്ങനെ? എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും ഭയക്കുന്നില്ലല്ലോ. അവന് ഭയമെന്ന വാക്ക് അറിയില്ലേ? ഭയം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അഭിരാമായിരിക്കുന്നേ? ഹീറോ ഒരിക്കലും പേടിക്കില്ല സാർ, വില്ലന്മാര് പേടിക്കും. വണ്ടിക്കട. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നതിന് പകരം നീ എന്നെയാണോ ആശ്വസിപ്പിക്കുന്നത് വസു? ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അമ്മേ. രാത്രിയാകുമ്പോ നോക്കിക്കോ, ഏട്ടൻ ഇവിടെ വരും. അതെ അമ്മേ, ഏട്ടൻ ലോയറിനെ കാണാൻ പോയിരിക്കുക. എങ്ങനെയെങ്കിലും അബിയെ പുറത്ത് കൊണ്ടുവരും. ആ MLA ശരിക്കും അബിയെ കുരുക്കി കളഞ്ഞു. അബി ഇനി പുറത്തു വരുന്നത് ബുദ്ധിമുട്ടാ. ഈ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കണോ? നല്ലതിനു വേണ്ടി അന്നദാനം നടത്താന്ന് വിചാരിച്ചു. ആ അന്നം തന്നെ ഒരു കാരണമാക്കി അബിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. വിഷമിക്കാതെ ജയന്തി. ഫലമുള്ള മരത്തിലെ കല്ലെറിയൂ. നല്ല ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. അഭി ഒരു മോശം മനുഷ്യനല്ല. അവന്റെ ധൈര്യം തന്നെ അവനെ രക്ഷിച്ചുകൊള്ളും. സുമംഗലെ, അഖിൽ എവിടെ? അവൻ റൂമിലുണ്ട് ഏട്ടാ. അഖിൽ, എടാ അഖിൽ. മുറിയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അഭിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞങ്ങൾ എന്ത് ചെയ്യണോ അച്ഛാ? ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യൂന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. അറ്റ്ലീസ്റ്റ് ഭാസ്കർ അഡ്വക്കേറ്റിനെ കാണാനെങ്കിലും പോയി. ഇവൻ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുക? അഖിൽ തന്നെ 2 ദിവസമേ ആയിട്ടുള്ളൂ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ട്. അഖിലിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കേസും കോടതിയെ കുറിച്ചൊന്നും അഖിലിന് അറിയില്ല. ഭാസ്കരൻ ജാമ്യത്തിലാണ് പുറത്തു വന്നിരിക്കുന്നത് കാർത്തികേ. അഖിൽ ഭാസ്കറിന് സഹായത്തിന് വേണ്ടി എങ്കിലും പോകായിരുന്നില്ലേ? ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നാൽ എങ്ങനാ? ഇപ്പൊ അമ്മയുടെ പ്രശ്നം എന്താ? ഞങ്ങൾ വെറുതെ ഇരിക്കുന്നതാണോ? ചേട്ടനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ കരഞ്ഞോണ്ടിരിക്കണോ? എന്ത് ചെയ്യണോന്നാ? നീ ഇവിടെയല്ലേ മോളെ താമസിക്കുന്നേ? അഖിലും ഭാസ്കരൻ ജയിലിൽ കിടന്നപ്പോ അഭി സ്വസ്ഥമായിട്ട് ആഹാരമെങ്കിലും കഴിച്ചിട്ടുണ്ടോ? 1 മണിക്കൂർ പോലും ശരിയായി ഉറങ്ങിയിട്ടില്ല. രാത്രിയും പകലും അവരെ പറ്റി തന്നെ ആലോചിച്ച് വിഷമിച്ചു. MLA-യുമായി വഴക്കിട്ട്
അവരെ ജയിലിന് പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ അറസ്റ്റിലായത്. അഭിയേട്ടനെ പോലെ അഖില സ്റ്റേഷനിൽ പോയി ഇരിക്കണമെന്നാണോ? ഓക്കെ അഖിൽ, നീ പോയി സ്റ്റേഷനിലിരിക്കെ, എന്നിട്ട് ചേട്ടനെ ഇങ്ങോട്ടേക്ക് അയക്ക്. അപ്പോഴേ ഇവർക്കൊക്കെ തൃപ്തിയാവൂ.